ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഗ്ലാഡിംഗ് ടൈൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. റോയൽ ടെക്സിൻ്റെ ഫൈൻ പ്ലാസ്റ്ററാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചെറിയ തരിയുള്ള പുട്ടി. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. പാക്കിയിലുള്ള അനിൽ എന്ന പെയിൻറ്റിംഗ് കോൺട്രാക്ടറാണ് എന്നെ ഈ വർക്ക് ഏൽപ്പിച്ചത്. മനോഹരം എന്ന് വിചാരിക്കുന്നു. ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. ഈ പില്ലറിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാസ്കിൻ്റെ ഇപ്പോൾ കൊട്ടിക്കേണ്ടി വരും. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് വന്നില്ല. ഇപ്പം മേസ്ത്രിമാരെ കറക്റ്റായിട്ട് ആ പൊഴിയൊക്കെ കറക്റ്റാക്കി വെട്ടി വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടിയിട്ട് തുടങ്ങിയാൽ മാത്രം മതി. നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. സാധാരണ നമ്മൾ പുട്ടി ഇടുന്ന പോലെ തന്നെ ഈ ടെസ്റ്റർ പുട്ടി വലിച്ചിടുക. അതിന് ശേഷം നമ്മൾ ഡിസൈൻ വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ടെസ്റ്റർ ചെയ്യുന്നത്. ചെറിയ തരിയുള്ള പുട്ടിയാകുമ്പോൾ ടെസ്റ്റർ വലിച്ചിടാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം വലിച്ചു പോകാനായിട്ട്. റോയൽ ടെക്സിൻ്റെ പുട്ടിയാകുമ്പോൾ എളുപ്പം ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്രതലത്തിൽ അല്ലെങ്കിൽ നമ്മൾ പില്ലറിൽ പുട്ടിയിട്ട ഉടൻ തന്നെ ഡിസൈൻ മേക്ക് ചെയ്ത് മാറണം, അല്ലെങ്കിൽ പിന്നെ പ്രയാസമായിട്ട് മാറും. ഇവിടെ നമ്മൾ കടപ്പ ഡിസൈൻ അല്ലെങ്കിൽ ഗ്ലാഡിംഗ് ടൈലിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഗ്ലാഡിംഗ് ടൈലിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഇടുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പുട്ടിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഡിസൈൻ മേക്കിംഗ് എങ്ങനെയാണെന്ന്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഗ്ലാഡിംഗ് ടൈൽ ഡിസൈൻ ഇടുന്നതെന്ന്. ഇത്തരത്തിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഗ്ലാഡിംഗ് ടൈൽ ഡിസൈൻ ഇട്ട് മാറുക. അതിനുശേഷം ട്രവൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഡിസൈൻ മേക്കിംഗ്.
പാറ്റേൺ ഇട്ട് മാറിയ ശേഷം നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് അത് പരത്തി കൊടുക്കണം. നമ്മൾ അധികം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് പരത്താൻ പറ്റത്തില്ല വരും. അതുകൊണ്ട് ഏതാണ്ട് നമ്മൾ ചെറിയൊരു ഉണക്കാകുമ്പോഴേ നമ്മൾ ട്രാവൽ ഉപയോഗിച്ച് പരത്തി കൊടുക്കാൻ മറക്കരുത്. പിറ്റേ ദിവസം നമ്മൾ പേപ്പറൊക്കെ പിടിച്ച് അതിൻ്റെ വൃത്തിയാക്കി പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഈ പില്ലർ എന്നിട്ട് നമുക്ക് കളറിങ്ങിലേക്ക് മാറാവുന്ന വിധത്തിൽ ആയിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ശരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഫില്ല് ചെയ്ത് വേണം നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. 1 കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് 2 കോട്ട് തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് പോകണം. 2 കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ടോപ്പ് കോട്ട് ചെയ്യേണ്ടത്. ടോപ്പ് കോട്ട് നമ്മൾ ഗ്രേ ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്, ലൈറ്റ് ഗ്രേ. ബ്ലാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഞാനത് പറഞ്ഞു കഴിഞ്ഞ് ഗ്രേ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിൽവറിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്രേ കളറാണ് നമ്മളിവിടെ അപ്പോൾ ഡിസൈൻ ടോപ്പ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നത്.
ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ വർഷം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എൻ്റെ ഈ വർക്കിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായവും അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.